السلام عليكم ورحمة الله وبركاته. الحمد لله الذي ألف بين قلوبنا بتمام المودة والمحبة، والصلاة والسلام على من قد أرسل رحمة للأمة سيدنا محمد صلى الله عليه وسلم ناصر الأمة كاشف الأمة وعلى آله وصحبه البررة. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റു മാന്യ ജനങ്ങളെ, ഐക്യം വിജയത്തിന്റെ താക്കോൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില ചിന്തകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിനെന്നെ തുണച്ച അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഐക്യം ശക്തിപ്പെടുത്താനും സ്നേഹം ഊട്ടി വളർത്താനും ശത്രുത നീക്കം ചെയ്യാനും ചില മാർഗങ്ങൾ അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് കണ്ടാൽ സലാം പറയൽ. സലാം പറയുന്നത് മനസ്സിൽ സ്നേഹവും ഇണക്കവും നട്ടുപിടിപ്പിക്കും. അതിനാൽ കണ്ടാൽ പരസ്പരം സലാം പറയാൻ ശീലിക്കണം. ആദ്യം സലാം പറയുന്നവനാണ് ഉത്തമൻ. സലാം പറയപ്പെട്ടാൽ പ്രസന്ന മുഖത്തോടെ കേൾക്കാൻ കഴിയുന്ന വിധം സലാം മടക്കുകയും വേണം. സലാം പറഞ്ഞവന്റെ അതേ രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ രീതിയിലോ ആണ് സലാം മടക്കേണ്ടത്. രോഗിയായാൽ സന്ദർശിക്കുന്നതും അല്ലാഹു നിയമവിധമാക്കി. കാരണം രോഗസന്ദർശനം സ്നേഹമുണ്ടാക്കും, മനസ്സിന്റെ കാഠിന്യത്തെ കുറയ്ക്കും, ഈമാൻ ഏറ്റിത്തരികയും പ്രതിഫലം ലഭ്യമാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് പടയോട്ടം നടത്തിയ മുസ്ലിം സേനയെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നാം വായിച്ചിട്ടുണ്ട്. ഓരോ നാടും അവർക്ക് കീഴടങ്ങുകയും അവരുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്ത ചേതോകര കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും തീരങ്ങളിലേക്ക് വരെ എത്തി. ഈ വിജയത്തിന്റെ എല്ലാം പിന്നിലെ പ്രധാന ശക്തി ഐക്യമായിരുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും കൊടിക്കീഴിൽ അവരെല്ലാം ഒന്നിച്ചു. പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിയും ഗുണം കാക്ഷിച്ചും നന്മയിൽ പരസ്പര സഹകരണം പ്രകടമാക്കിയും നാം ഈ ഐക്യവും സാഹോദര്യവും യാഥാർത്ഥ്യമാക്കണം. വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കെട്ടിടം പോലെയാണെന്ന് പുണ്യ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വളരുമ്പോൾ മാത്രമേ ഒരു സമൂഹമാവുകയും അതിനു ശക്തി ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ സഹായം സംഘത്തിന്റെ കൂടെയാണെന്നും സംഘത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവന്റെ കൂടെയായിരിക്കും പിശാചുണ്ടാവുകയെന്നും അവിടുന്ന് പഠിപ്പിച്ച പാഠമാണ്. സഹോദരങ്ങളെ, പരസ്പരം ശത്രുതയിൽ കഴിയുന്നവരെ കണ്ടാൽ ആ ശത്രുത അവർക്കിടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് സാഹോദര്യം സ്ഥാപിക്കേണ്ടത് മുസ്ലിമിന്റെ കടമയാണ്. ഈ സൽക്കർമ്മത്തിന് വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു നൽകുക. ഇസ്ലാം ഐക്യവും സാഹോദര്യവും പ്രേരിപ്പിക്കുന്ന മതമാണെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കുല്ലാഹ് എന്ന് പറയണമെന്ന പ്രവാചക അധ്യാപനം. ഐക്യം സ്ഥാപിക്കുന്ന ഏതൊരു വ്യക്തിയും ഇസ്ലാമിക ദൃഷ്ടിയാൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഐക്യത്തിൽ കഴിയുക, അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരു പ്രസംഗം മാത്രമാണുള്ളത്.